സംസ്ഥാനത്ത് വീണ്ടും കാട്ടാന ആക്രമണം. ഇടുക്കി പെരുവന്താനം കൊമ്പൻപാറയിൽ കാട്ടാന ആക്രമണത്തിൽ സ്ത്രീ മരിച്ചു. നെല്ലിവിള പുത്തൻ വീട്ടിൽ സോഫിയ ഇസ്മായിലാണ് മരിച്ചത്. TR&T എസ്റ്റേറ്റിൽ വെച്ചാണ് ആക്രമണം. വനം വകുപ്പിനെ വിമർശിച്ച് വാഴൂർ സോമൻ MLA രംഗത്തെത്തി. പ്രദേശത്ത് റേഞ്ച് ഓഫീസും DFO ഓഫീസും ഇല്ല എന്ന് വാഴൂർ സോമൻ MLA 24നോട് പറഞ്ഞു. ഇവിടെ 21 കാട്ടാനകൾ ഒരുമിച്ച് അവിടെ സ്കൂളിനടുത്ത് വരെ എത്തിയ വിവരം ഞങ്ങൾ എല്ലാവരെയും അറിയിച്ചതാണ്. ഇടുക്കിയിൽ റേഞ്ച് ഓഫീസ് ഇല്ല, DFO ഓഫീസും ഇല്ല. DFO ഓഫീസ് കോട്ടയത്താണ് സ്ഥിതി ചെയ്യുന്നത്. മന്ത്രി ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്താണ് ഈ ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഈ IFS ലോബി ചെയ്യുന്നത് എന്നുള്ളത് വ്യക്തമല്ല. അതേസമയം മരിച്ച സോഫിയ ഇസ്മായിലിന്റെ മൃതദേഹം മാറ്റാൻ അനുവദിക്കാതെ പ്രതിഷേധിക്കുകയാണ് നാട്ടുകാർ. കളക്ടർ എത്താതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിലാണ് നാട്ടുകാർ. മേഖലയിലെ ആനശല്യത്തിന് സ്ഥിരം പരിഹാരം വേണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. രാഹുൽ വിജയൻ വിവരങ്ങൾ നൽകും. രാഹുൽ, പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. അവിടെ കളക്ടറോ അതുപോലെ മറ്റ് ജനപ്രതിനിധികളോ ഉന്നത വനവകുപ്പ് ഉദ്യോഗസ്ഥരോ അവിടേക്ക് എത്തുമോ രാത്രിയിൽ? എന്താണ് അവിടെ നിന്ന് ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ രാഹുൽ? വിജയ്, ഈ സംഭവം നടന്ന സ്ഥലത്തേക്ക് ആളുകൾക്ക് എത്തിപ്പെടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം പെരുവന്താനത്ത് നിന്ന് ഏകദേശം ഒരു 10-20 കിലോമീറ്റർ ഉള്ളിലാണ് ഈ TR&T എസ്റ്റേറ്റ് ഉള്ളത്. അതിൽ ഏറ്റവും ഒടുവിലത്തെ ഭാഗത്താണ്, അതായത് വനമേഖലയോട് ചേർന്നുള്ള ഭാഗത്താണ് ഈ കാട്ടാന ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അവിടെയാണ് പ്രതിഷേധം നടക്കുക. അങ്ങോട്ടേക്ക് ഈ രാത്രിയിൽ ആളുകൾക്ക് എത്തിച്ചെല്ലാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. മാത്രമല്ല, പ്രതിഷേധം താൽക്കാലികമായിട്ട് അവസാനിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് നാട്ടുകാർ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ നാളെ ഈ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കും എന്നുള്ള കാര്യം കൂടി അറിയുന്നുണ്ട്. കാരണം ഈ TR&T എസ്റ്റേറ്റിൽ കഴിഞ്ഞ 4 വർഷമായി രാഹുൽ, അപ്പോൾ മൃതദേഹം അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് ഏത് ആശുപത്രിയിലേക്കാണ് മാറ്റുക? തൊട്ടടുത്ത് അത്തരം സൗകര്യങ്ങളുള്ള ആശുപത്രികൾ ഉണ്ടോ രാഹുൽ? നിലവിൽ മൃതദേഹം അവിടുന്ന് മാറ്റിയിട്ടില്ല. മൃതദേഹം നേരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ്. മുണ്ടക്കയത്ത് സ്വകാര്യ ആശുപത്രിയാണ്. പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി അത് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം മാറ്റും എന്നുള്ള വിവരമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ നിലവിൽ ഇനി പോസ്റ്റ്മോർട്ടം നടക്കില്ല. നാളെ ആയിരിക്കും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ മൃതദേഹം മുണ്ടക്കയത്തെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ച ശേഷം പുലർച്ചയോടുകൂടി മാത്രമായിരിക്കും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുക എന്നുള്ളതാണ് അറിയാൻ കഴിയും. നമ്മൾ ആദ്യമേ സൂചിപ്പിച്ച പോലെ തന്നെ ഈ പ്രദേശത്തെ കാട്ടാന ശല്യം അതിരൂക്ഷമായത് കഴിഞ്ഞ 4 വർഷത്തിനിടയിലാണ്. പല പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടതാണ്, പല വാർത്തകൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് കൊടുത്തതാണ്. പക്ഷേ ഒരു ശാശ്വത പരിഹാരം ഉണ്ടായിരുന്നില്ല. 20 ആനകൾ ഒരുമിച്ച് 25 ആനകൾ വരെ ഒരുമിച്ച് എത്തുന്ന ഒരു പ്രദേശമാണ് TR&T എസ്റ്റേറ്റ്. നമ്മൾ നേരത്തെ 24 തന്നെ വാർത്ത കൊടുത്തിട്ടുണ്ട്. ടാപ്പിംഗ് തൊഴിലാളിക്ക് മുൻപിൽ കാട്ടാനകൾ പാഞ്ഞെടുക്കുന്ന ഒരു ദൃശ്യം, അത് കുറെ ആനകൾ ഉണ്ടായിരുന്നു. ആ ദൃശ്യങ്ങൾ കൊടുത്തത് നമ്മളാണ്. അവിടെ അതേ സ്ഥലത്ത് തന്നെയാണ് ഈ കാട്ടാന ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ ദിവസം പീരുമേട് മരിയഗിരി സ്കൂളിന് സമീപത്ത് കാട്ടാന പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ കൊടുത്തിരുന്നു. ഇന്നിപ്പോൾ വാഴൂർ സോമൻ ഒരു വിമർശനം ഉന്നയിച്ചിരിക്കുന്നു. അതുതന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസം ഒരു ഈക്കോ ഷോപ്പിന്റെ ഉദ്ഘാടനത്തിന് പീരുമേട്ടിലേക്ക് വനംവകുപ്പ് മന്ത്രി എത്തിയിരുന്നു. 1.5 കിലോമീറ്റർ മുമ്പ് വെച്ച് ആ ഉദ്ഘാടന പരിപാടി ഉപേക്ഷിച്ച്, പ്രതിഷേധത്തെ ഭയന്നുകൊണ്ട് ഉപേക്ഷിച്ച് വനംവകുപ്പ് മന്ത്രി തിരികെ പോവുകയായിരുന്നു. പിന്നീട് ഓൺലൈനായിട്ടാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. അതായത് വലിയ തരത്തിൽ പ്രതിഷേധം നിലനിൽക്കുന്ന ഒരു സാഹചര്യം, വലിയ തരത്തിൽ കാട്ടാന ശല്യമുള്ള ഒരു പ്രദേശം, മന്ത്രിക്ക് അവിടെ എത്താൻ പോലും കഴിയാത്തൊരു സാഹചര്യമുണ്ട്. രാഹുൽ, ഇപ്പോൾ ആ പ്രദേശത്ത് നിന്ന് ഈ കാട്ടാന ആക്രമിച്ച മേഖലയിൽ നിന്ന് ഒരു പൊതുപ്രവർത്തകൻ അനീഷ് ടെലിഫോൺ ലൈനിലുണ്ട്. അനീഷ്, നേരത്തെ നമ്മളുടെ പ്രതിനിധി രാഹുൽ വിജയൻ പറയുകയായിരുന്നു ആ മേഖലയിലെ ആനശല്യത്തിന്റെ വിവരങ്ങൾ നമ്മൾ തന്നെ പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. കഴിഞ്ഞ ദിവസം വനമന്ത്രി അവിടെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ ആ ഭാഗത്ത് എത്തേണ്ടതാണ്. പക്ഷേ പ്രതിഷേധം ഭയന്ന് അദ്ദേഹം തിരികെ പോയ കാര്യം ഉൾപ്പെടെ സൂചിപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ അവിടെ നാട്ടുകാരുടെ പ്രതിഷേധം തുടരുകയാണോ? ഈ സോഫിയ ഇസ്മായിലിന്റെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റാൻ പറ്റുന്ന സാഹചര്യമായിട്ടുണ്ടോ? ആയിട്ടില്ല. 2 വാർഡിലെ ഈ പ്രദേശത്ത് കാട്ടാന ശല്യം അതിരൂക്ഷമായ ഒരു പ്രദേശമായിരുന്നു. കഴിഞ്ഞ വർഷം തുടർച്ചയായിട്ട് 9 ദിവസം മതമ്പ എന്ന സ്ഥലത്തെ പ്രദേശവാസികൾ വാർഡ് മെമ്പർ ഉൾപ്പെടെ 9 ദിവസം തുടർച്ചയായിട്ട് സമരം നടത്തിയതിനു ശേഷം അതിന് MLA വന്നത് ഉദ്ഘാടനം ചെയ്ത് അതിനുശേഷം MLAയും ഇവിടുത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അതായത് KTVനും അടക്കമുള്ള ആൾക്കാർ മന്ത്രിയെ പോയി കാണുക എല്ലാം ചെയ്തിരുന്നു. പക്ഷേ ഇതിനൊന്നും ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥ കാരണം ഇതിനൊന്നും ഒരു പരിഹാരം ആകാതെ ഇപ്പോൾ വലിയൊരു ദുരന്തം, ഒരു 42 വയസ്സ് പ്രായമായ
സോഫിയ ഇസ്മായിൽ എന്ന് പറയുന്ന ആള് ഈ ആനയുടെ ചവിട്ടേറ്റ് മരണപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടുത്തെ പ്രദേശവാസികൾ ശക്തമായ സമരപരിപാടികളുമായിട്ട് ഇതിനെതിരെ ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥന്മാരെ തടഞ്ഞു നിർത്തിക്കൊണ്ട് കളക്ടർ ഈ പ്രദേശത്ത് വന്ന് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം, കാരണം മരണപ്പെട്ടയാൾ മരണപ്പെട്ടു, ഇനിയും ഇവിടെ കുറേയധികം ജനങ്ങൾ താമസിക്കുന്നുണ്ട്, കുട്ടികളടക്കം പ്രായമായവരടക്കം. ഇനിയും ഇങ്ങനൊരു ഒരു ദുരന്തം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഈ ഇവിടെ താമസിക്കുന്ന പ്രദേശവാസികൾക്ക് കൃത്യമായ ഒരു സാഹചര്യം ഒരുക്കി തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ ജനങ്ങൾ സംഘർഷിതമായിട്ട് ഇവിടെ കൂട്ടം കൂട്ടമായിട്ട് ഉദ്യോഗസ്ഥന്മാരെ തടഞ്ഞു നിർത്തിക്കൊണ്ട് നിൽക്കുക. ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോ കളക്ടർ അവിടേക്ക് എത്തിയിട്ടില്ല, മറ്റുദ്യോഗസ്ഥരെ ഉന്നത ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ടോ? ഉന്നത ഉദ്യോഗസ്ഥർ എന്ന് പറയുമ്പോഴത്തേക്കിന് 5:40 സംഭവം ഉണ്ടാകുന്നു. ഇവിടെ ഫോറസ്റ്റിന്റെ ഉദ്യോഗസ്ഥന്മാർ വന്നപ്പോൾ തന്നെ 8:30 കഴിഞ്ഞു. 3 മണിക്കൂർ താമസിച്ചാണ് അവരിപ്പോ ഈ സംഭവ സ്ഥലത്തെത്തിയത്. അതല്ലാതെ മറ്റ് ഉദ്യോഗസ്ഥന്മാരോ റേഞ്ച് ഓഫീസറോ DFO അങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഉദ്യോഗസ്ഥരും ഈ സമയം വരെ ഇവിടെ എത്തിയിട്ടില്ല. ഈ കാട്ടാന ഈ മേഖലയിൽ നിരന്തരമായി ശല്യമുണ്ടാക്കുകയും ജനവാസ മേഖലയിലേക്ക് വരികയും ചെയ്യുന്നു. അപ്പോൾ അത് ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന മറുപടി എന്താണ്? ആ സമയത്ത് RRT അവിടെ എത്തുകയോ? ഞങ്ങള് കൃത്യമായിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരോട് പറയുമ്പോഴത്തേന് അവർ പറയുന്ന മറുപടി, അവരുടെ ഡിപ്പാർട്ട്മെന്റിന് ഈ ആനയെ ഓടിക്കാനോ മൃഗങ്ങളെ തുരുത്താനോ വേണ്ടിയിട്ട് യാതൊരു ടൂൾസും ഇവരുടെ ഡിപ്പാർട്ട്മെന്റ് കൊടുത്തിട്ടില്ല. ഞങ്ങൾക്കൊരു വടി പോലും ഞങ്ങൾക്ക് തന്നിട്ടില്ല. ഞങ്ങളും മനുഷ്യരല്ലേ, കാക്കിയിട്ടെന്നും പറഞ്ഞാൽ ഞങ്ങൾ മനുഷ്യരല്ലാതാകുമോ? അതുകൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന യാതൊരുവിധ പരിപാടികളില്ല. RRT ഇല്ല. RRT വണ്ടമ്പാലിൽ ഒരു RRTയുടെ വണ്ടി കിടപ്പുണ്ട്, പക്ഷെ ഉദ്യോഗസ്ഥന്മാരില്ല. ഞങ്ങൾ ചെല്ലുമ്പോൾ പീരുമേട്ടിൽ അതുപോലെ തന്നെ പീരുമേട്ടിൽ RRT ഉണ്ട്. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കിന് അവർ പറയുന്നത് ഞങ്ങൾക്ക് പെരിയാറ്, ശബരിമല ഇവിടെയൊക്കെയാണ് ഞങ്ങൾക്ക് ഡ്യൂട്ടി ഇട്ടേക്കുന്നത്, ഉദ്യോഗസ്ഥന്മാർ കുറവാണ് എന്നെല്ലാം പറഞ്ഞ് അവർ ഒഴിഞ്ഞു മാറുക. യാതൊരുവിധ സംരക്ഷണവും ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്ന് യാതൊരുവിധ സംരക്ഷണവും ഇവിടുത്തെ പ്രദേശവാസികൾക്ക് ഉണ്ടാകുന്നില്ല. അത് തന്നെയല്ല, ഈ TR&D എസ്റ്റേറ്റ് പട്ടത്ത് താമസക്കാരനായ TR&D എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് ഉണ്ടായിരിക്കുന്നത്. അവിടെ റബ്ബർ കൃഷിയാണ്. ഈ റബ്ബർ മുഴുവൻ മുറിച്ച് മാറ്റിയിട്ട് വനത്തിനേക്കാൾ വലിയ വനമായിട്ട് കിടക്കുക ഈ പ്രദേശം, ഈ എസ്റ്റേറ്റ്. അതിനകത്താണ് ഈ ഒരു സംഭവം ദുരന്തം ഉണ്ടായിരിക്കുന്നത്. അതിന്റെ ഉടമ മാനേജർ പോലും ഈ സംഭവത്തിൽ എത്തിയിട്ടില്ല. മനസ്സിലായി അനീഷ്. എന്തായാലും അവിടുത്തെ പ്രശ്നങ്ങൾ അങ്ങേയറ്റം ഗൗരവമുള്ളതാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇടപെടാൻ വൈകി എന്നതൊരു വസ്തുതയാണ്. ഇനിയെങ്കിലും അവിടുത്തെ ജനങ്ങൾ, നാട്ടുകാർ, അവിടുത്തെ പ്രദേശവാസികൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ കേൾക്കുകയും അതിനൊരു പരിഹാരം ഉണ്ടാവുകയും വേണം. ഒരു ജീവൻ അവിടെ നഷ്ടമായിരിക്കുകയാണ്. വലിയ പ്രതിഷേധമാണ് അവിടെ. ആ മൃതദേഹം മാറ്റാൻ നാട്ടുകാർ അനുവദിക്കുന്നില്ല. കളക്ടർ എത്തണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ഏതാണ്ട് 5:30 ഈ ആക്രമണം ഉണ്ടായി. 8:30 വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ എത്തിയത് എന്ന് പറയുമ്പോൾ അവരുന്നയിക്കുന്ന പ്രശ്നം എത്ര ഗൗരവമുള്ളതാണെന്നറിയാം. അതിൽ ഇപ്പോൾ നേരത്തെ വാഴൂർ സോമൻ MLA വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നടപടിയെ ശക്തമായി എതിർക്കുകയാണ്. അദ്ദേഹം തിരുവനന്തപുരത്ത് ഞങ്ങളോട് സംസാരിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ തുടർ പ്രതികരണങ്ങളും ഒക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. രാഹുൽ വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത്. അനീഷായിരുന്നു നമ്മളോട് സംസാരിച്ച്. അദ്ദേഹം അവിടുത്തെ പ്രദേശവാസിയാണ്. സംഭവ സ്ഥലത്ത് അദ്ദേഹം ഇപ്പോഴുണ്ട്.